അപ്പോൾ ഞാൻ ബസ് മിലത്തിൻ്റെ ശേഷം വീഡിയോ ചെയ്യും ഏറ്റവും ആൾക്കാർ പറയാനുള്ള സംഭവമാണ്. അതായത് നമ്മുടെ മാപ്പുകൾ ഡൗൺലോഡ് ആവുന്നില്ല. അതായത് കുറേ മാപ്പുകളുണ്ട് നമ്മുടെ ബസ് മിലറ്ററിൽ. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ആവുന്നില്ല, ഡൗൺലോഡ് പ്രോബ്ലം എന്നൊക്കെ കുറേ പേര് പറയാറുണ്ട്. അപ്പോൾ അതിന് സൊല്യൂഷൻ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ KBRൻ്റെ ഫുൾ മാപ്പിൻ്റെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൊരു എല്ലാ മാപ്പും ഉണ്ട്. നമ്മൾ ഇനി ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡൗൺലോഡ് എററൊന്നും വരില്ല, ഫുള്ള് സെറ്റായിരിക്കും. അപ്പോൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ ചേർക്കുമ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നോക്കി നോട്ടിഫിക്കേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ജസ്റ്റ് KBR കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അതിനുശേഷം ടീം KBR കമ്മ്യൂണിറ്റിയുടെ ഫസ്റ്റത്തെ വെബ്സൈറ്റ് എടുക്കുക. അതിനുശേഷം അടിയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെ സംഭവം കാണാം. ബസ് ID വേർഷൻ 4.3 ഫിറ്റ്സ് മാപ്പ് എന്ന് പറഞ്ഞ സംഭവം കാണാം, അതെടുക്കുക. അതിനുശേഷം ആഡൊക്കെ വരുമ്പോൾ ഇതേപോലെ ക്ലോസ് ചെയ്ത് കളയാണ്ട് അടിയിലേക്ക് വരിക. അവിടെ അടിയിലൊരു ലിങ്ക് കാണാം, ലിങ്ക് APK, അതെടുക്കുക. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാപ്പിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ ടീം KBR കമ്മ്യൂണിറ്റി വെബ്സൈറ്റിൽ നിന്ന് ഇതേപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെ ഫയൽ കാണാം. ബസ് ID വേർഷൻ 4.3 APK പ്ലസ് OBB ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ജസ്റ്റ് എടുക്കുക. അതിനുശേഷം അത് രണ്ട് ഫയലും ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിവിടെ APK ഒറിജിനൽ ഫയലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം 470 MB സൈസ് ഉണ്ട്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മുടെ രണ്ട് ഫയലും ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത മാപ്പിൻ്റെ ഫയൽ, അതായത് 73 MB ആ ഒരു സൈസുള്ള മാപ്പിൻ്റെ ഫയൽ എക്സ്ട്രാക്ട് ഫയൽസ് ടു കൊടുക്കുക. അതിനുശേഷം എവിടെയെങ്കിലും ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അത് എക്സ്ട്രാക്ട് ആയതിനു ശേഷം ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് എക്സ്ട്രാക്ട് ആയിട്ട് അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ APK ഫയലാണ് കാണുക. അപ്പോൾ അത് ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വരിക. അപ്പോൾ ഈ ഒരു പച്ച സാധനത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാപ്പുകളൊക്കെ ഡൗൺലോഡായി തുടങ്ങിക്കോളും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എല്ലാ മാപ്പുകളും ഇങ്ങനെ ഡൗൺലോഡായി തുടങ്ങും. അപ്പോൾ ഇത് ഏകദേശം ഡൗൺലോഡായിട്ട് കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാപ്പിൻ്റെ ഫയലുകളൊക്കെ പെട്ടെന്ന് ആവുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഞാനതിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം മാപ്പുകളൊക്കെ കഴിഞ്ഞ് തുടങ്ങി. അപ്പോൾ അതിന് ശേഷം ഇതേപോലെ ഒരു വിൻഡോ വരും, അതായത് എറർന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത APK പ്ലസ് OBB ഫയൽ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. അതെടുക്കുക, എക്സ്ട്രാക്ട് ഫയൽസ് ടു കൊടുക്കുക. ഏതെങ്കിലും ഒരു ഫോൾഡർ എടുക്കുക, എക്സ്ട്രാക്ട് കൊടുക്കുക. അത് ഇത്തിരി സമയം എടുക്കും, കുറച്ച് സൈസുള്ള ഫയലായതുകൊണ്ട്. അപ്പോൾ ഇവിടെ എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ രണ്ട് ഫയൽ കാണാം. അപ്പോൾ ഒരു APK ഫയലും കാണാം, ഒരു മെയിൻ ആയിട്ടുള്ള OBB ഫയലും കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ APK ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ OBB കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബസ് മിലത്ത് ഇൻസ്റ്റാൾ ആയിട്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ മിക്കവാറും ഓപ്പൺ ആവില്ല, കാരണം നമ്മുടെ OBB ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചത് നമ്മുടെ അലോ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെലിയോ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതേപോലെ വൈറ്റ് സ്ക്രീനായിട്ട് നിൽക്കും. വൈറ്റ് സ്ക്രീൻ വന്ന് നിൽക്കുന്ന നമുക്ക് നമ്മുടെ OBB ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാണ്. അതിന് ശേഷം നമ്മുടെ സെറ്റ് ആർച്ചീവ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ സെറ്റ് ആർച്ചീവ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അലാംസിലാണ് പേസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ മെയിൻ ഫയൽ ഇവിടെ കാണാം. മെയിൻ ഫയൽ ക്ലിക്ക് ചെയ്യുക, അമർത്തി പിടിക്കുക, കട്ടെല്ലാം കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇതമർത്തുക, ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക, ആൻഡ്രോയിഡ് എടുക്കുക, OBB എടുക്കുക, ബസ് സിമുലേറ്റർ എടുക്കുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള സംഭവം നമ്മുടെ മാപ്പുകളും സംഭവങ്ങളെല്ലാം കൂടി ഫയൽ സെറ്റ് ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബസ് സിമുലേറ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബസ് സിമുലേറ്റർ ഓപ്പൺ ആയി വരുന്നുണ്ട്. നമ്മുടെ OBB ഒക്കെ സെറ്റ് ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് ഈ ഒരു ഗെയിമിലുള്ളത്. പിന്നെ അതേപോലെ തന്നെ മാപ്പുകൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫ്രീ മോഡ് എടുക്കുകയാണ്. ഇപ്പോൾ ഏത് മാപ്പ് നോക്കിയാലും നിങ്ങൾക്ക് ഡൗൺലോഡായി കിടക്കുന്നുണ്ടാവും. എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, കാരണം എല്ലാ മാപ്പും ഇൻസ്റ്റാളായ ഒരു APK OBB ഫയലാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാ മാപ്പും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നിനും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഡൗൺലോഡിങ് പ്രോബ്ലം ഒന്നും വരില്ല. എല്ലാ മാപ്പുകളും നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ മാപ്സ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എല്ലാം ഡൗൺലോഡഡ് എന്ന് വന്ന് കിടക്കണതാണ്. നിങ്ങൾക്ക് എല്ലാ മാപ്പും ഡൗൺലോഡഡ് ആണ്. അപ്പോൾ എല്ലാ മാപ്പും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡൗൺലോഡിങ്ങിൻ്റെ പ്രോബ്ലം ഒന്നും വരില്ല. അപ്പോൾ അത്ര ഉണ്ടായുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഷെയർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ വിളിക്കുക. നിങ്ങളുടെ സംശയങ്ങളെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടിപൊളിയാണ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.